ഹലോ ഗേഴ്സ്, ഇത് നാച്ച് വണ്ടർവേഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജ്ന. ഇന്നൊരു മോമോസ് ഉണ്ടാക്കിയാലോ എന്നൊരു ചെറിയ ആഗ്രഹം. ആദ്യമായിട്ടുള്ള ട്രൈ ആണ്. എനിക്കറിയില്ല, എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. മൈദമാവും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു. മോനും മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൈദമാവ് ഉപ്പുമായിട്ട് കലർത്തി നന്നായിട്ട് അതിനെ കുഴച്ച് സെറ്റ് ചെയ്ത് എണ്ണയിൽ വെച്ച് കുഴച്ച് സെറ്റ് ചെയ്തു. അങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ചിക്കനൊക്കെ അരിഞ്ഞെടുത്തു. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തു. നന്നായിട്ട് തന്നെ എണ്ണയിൽ വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ അല്പം ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അവസാനം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, നന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പിന്നെ ചിക്കൻ ഞാൻ അല്ലാതെ വേവിച്ച് വെച്ചിരുന്നതിനെ ഇതിനകത്തോട്ട്, അത് ഓൾറെഡി മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത ചിക്കനാണ്, എല്ലൊന്നും ഇല്ലാത്ത പീസസാണ്. ഇതിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അല്പം എണ്ണ ഒഴിക്കണം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. കശ്മീരി ആയതുകൊണ്ട് തന്നെ എരിവില്ല. എന്നിട്ട് നന്നായിട്ട് അതിനെ നന്നായിട്ട് വഴക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെക്കണം. എന്തായാലും ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഒരുപാട് ടൈം വഴക്കണ്ട. ഇച്ചിരി എണ്ണയുടെ ഒരു ഇത് വേണം. മോമോസ് വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആവും അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുരുമുളക് കുറവായതുകൊണ്ട് ഒരല്പം കുരുമുളക് കൂടെ ഇട്ടു. ഇതിൽ സോയാ സോസ് ഒഴിക്കണമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഒഴിക്കണമായിരുന്നു. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ചൈനീസ് മോമോസ് ടേസ്റ്റിൽ സോയ എന്തായാലും വേണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവില്ലേ, മാവും ഉപ്പും വെള്ളവും എണ്ണയുമായിട്ട് കുഴച്ച് വെച്ചിരുന്നു. അതൊരുവിധം ഒന്ന് സെറ്റായി. അതിനെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അല്പം എണ്ണ തടവി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യമായിട്ടുള്ള ട്രൈ ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാം ഒന്ന് ഫസ്റ്റ് ട്രൈയിൽ എന്തായാലും എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവത്തില്ല. മാക്സിമം നന്നായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കും, അത്ര തന്നെ. എന്തായാലും ഇത് നല്ല തിന്നാവാൻ വേണ്ടി നന്നായിട്ടതിനെ പരത്തുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തി കമ്പ് ഉപയോഗിച്ചാണ് പരത്തുന്നത്. നന്നായിട്ട് തിന്നാവണം. തിന്നായാൽ മാത്രമേ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ആ മോമോസിൻ്റെ ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് നല്ല തിന്നായിട്ട് തന്നെയാണ് അതിനെ പരത്തേണ്ടത്. നല്ല തിന്നായിട്ട് പരത്തണം. തിന്നായിട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ആകൃതിയിലുള്ള എന്തെങ്കിലും മോൾഡ് വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കയ്യിൽ തന്നെ ചപ്പാത്തി പോലെ പരുവത്തിന് റൗണ്ട് ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് റൗണ്ട് ഷേപ്പിലൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇഡ്ഡലിക്കുട്ടത്തിൽ ഓൾറെഡി ഇഡ്ഡലിയുടെ പാത്രമില്ലേ, അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് ഈ പണി ചെയ്യേണ്ടത്. അതായത് ഈ മാവ് കട്ട് ചെയ്യേണ്ടതും ഫില്ല് ചെയ്യേണ്ടതും. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള മോമോസ് റെഡി. അപ്പോൾ ഓക്കെ, ബൈ.